യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിച്ച് എന്തായാലും നമ്മളൊന്നുണ്ടല്ലോ, നമ്മൾ ചായ ഒക്കെ കുടിച്ചിരിക്കുക കേട്ടോ. അത് ഞാനോ ചായ കുടിക്കാണ്ട് അത് പെട്ടെന്ന് ഒന്ന് കുടിച്ച് കഴിയുമോ? കുടിച്ച് കഴിയാ. ഞാൻ കുടിച്ച് കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് വാ, നമുക്ക് പുറത്തേക്ക് വല്ല പോവാം. ശരി. നമ്മൾ കപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വരുമ്പോൾ കൈക്ക് വെച്ചാൽ പോരെ. എന്നാ ടങ് ടങ്, ഇതവിടെ നിന്നാണ് ഒച്ചകളെ. പുറത്ത് പോയി നോക്കടാ, ഇതാരായിരിക്കും? ഇത് ഇവിടുത്തെ ഗവർണറല്ലേ? എന്താണ് പ്രശ്നം? അതെ, എൻ്റെ പേര് റഷീദ്. ഞാനാണെങ്കിൽ ഈ ബാങ്കിൽ നിന്ന് തന്നെയാണ്, കേരള ബാങ്കിൽ നിന്ന്. എന്നാണ് പ്രശ്നം? അതിനാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ലോണില്ലേ, ഈ വീട്. നിങ്ങളുടെ പേര് ജാക്കെന്നല്ലേ? അതെ, എൻ്റെ പേര് ജാക്കെന്നാണ്. ഈ വീട് ലോണെല്ലാം അടച്ചതിനല്ലേ? ഒരു 10-12 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ല, പണിക്കാരുണ്ടാക്കിയത്. എന്നിട്ടാണെങ്കിൽ ഈ ലോണെല്ലാം അടച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കേരള ബാങ്കിൽ നിന്ന് കേട്ടോ എന്നെ. എന്തായാലും ആണെങ്കിൽ നിങ്ങളുടെ വീടൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ വീട് വന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ ഇതിൻ്റെ ലോൺ മൊത്തം അടച്ചു. അതുകൊണ്ടാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു ഏപ്രിൽ വരെ ആണെങ്കിൽ നിങ്ങൾക്കൊന്ന് നിൽക്കാൻ പറ്റുമോ? ഏപ്രിൽ വരെ ഒന്ന് നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരി. നിങ്ങൾക്ക് ഞാൻ വേറൊരു വീട് ഞാനാണെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം. താങ്ക് യു. നിങ്ങൾ ഈ വീടിന്ന് കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് നാളത്തേക്ക് മതി. ശരി. അത് ഏപ്രിൽ നിങ്ങൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. എന്നിട്ട് നിങ്ങളുടെ വീട് പുത്തനായിട്ടിരിക്കും. ശരി. എൻ്റെ ഇതൊക്കെ എല്ലാം മാറ്റാം. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ മാറ്റണമെന്ന് നമ്മുടെ കേരള ബാങ്കിൽ നിന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഈ വീട് വേണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടാണെങ്കിൽ ഈ വീടിൻ്റെ കളർ ഇതൊക്കെ മാറ്റണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ. അതുകൊണ്ടാണെങ്കിൽ നിങ്ങളൊന്ന് പോകാൻ പറ്റുമോ? എന്നാൽ ശരി. എന്തായാലും എന്താ പറയണത്? ഒന്നുമില്ല കേട്ടോ. ഫിലിക്സ് ഒന്ന് വാടാ. എന്നാൽ ശരി, ഞാൻ പൊക്കോളാം. ഞങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരാം. ശരി. ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അയച്ചു തരണമായിരിക്കും. ഫോണിലേക്ക് അയച്ചിട്ടുണ്ടുണ്ട്. താങ്ക് യു. എന്തായാലും എടാ ഫിലിക്സ് വാടാ ഫിലിക്സേ. എന്താണ് പ്രശ്നം? എന്നോട് പറയാൻ വീണ്ടും. എന്താ ജാക്കണ്ണ? ഞാൻ പറയാം. എന്തായാലും പെട്ടെന്ന് തന്നെ ബാഗൊക്കെ എടുക്കുക. ശരി. നമ്മുടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം എടുത്ത്. ഫിലിക്സ് എല്ലാം എടുത്തില്ലേ? ഉടുപ്പെല്ലാം എടുത്ത്. എന്തിനാ ഉടുപ്പൊക്കെ എടുക്കണം? എൻ്റെ ഇതൊക്കെ സ്ഥലം വരെ പോകാനാ. നമ്മൾ ദുബായ് വരെ പോകാൻ കേസ് പറ്റിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം പീസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമ്മുടെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ വരെ എല്ലാം എടുത്തിട്ടുണ്ട്. ഫിലിക്സേ വാടാവേ. നീ അവിടെ നിന്ന് എന്നാ ചെയ്യുക? നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ശരി വരുക. എന്നാണെങ്കിൽ നമ്മുടെ ലംബോർഗിനാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചേക്കും കേട്ടോ. അത് എൻ്റെ ഫാക്ടറിയിലാട്ടോ. എന്തായാലും അതവിടെ ഇരുന്നോളും. അതിൻ്റെ താക്കോലും എന്തെങ്കിലും ഉണ്ട്. ഇനി എന്തായാലും എന്നോട്ടാ നമ്മൾ പോകണം? പറയടാ ഷിൻചാനെ. നീ ആദ്യം കയറ്. അടങ്ങി കയറുന്ന എന്നോട്ടേക്ക്. ഫിലിക്സ് കയറാ. അപ്പം എന്തായാലും ഞാൻ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കോളൂ. ശരി സാർ. കൈസ് എന്നാന്ന് വെച്ചാൽ ഫിലിക്സേ, ഷിൻചാനെ നീ പുറകിലേക്ക് ഇരുന്നേ. ശരി, ഞാൻ പുറകിലേക്ക് ഇരുന്ന്. ഫിലിക്സേ, എന്നാ കാര്യം എന്ന് വെച്ചാണ്ടല്ലോ, നമ്മുടെ മറ്റേ വീടില്ലേ, ആ വീടൊന്ന് ബാങ്കേര് മേടിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഏപ്രിലിന് മേടിക്കും. എന്ത്? അതെങ്ങനെയാണ് സാധിക്കണം? എന്നാന്ന് മനസ്സിലായില്ല. നമ്മൾ വില്ലേജിലേക്ക് പോവാണ്. മറ്റേ മാപ്പൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതെന്നാ പ്രശ്നം? അതൊക്കെ അങ്ങനെ ആടാവേ. നമ്മളാണെങ്കിൽ ഇത് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അവരാണെങ്കിൽ വന്നാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം ചെക്കാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നോക്കാം. ഈ ട്രെയിനിൻ്റെ ഇവിടെ നമ്മൾ ചാവൂലേ? ഇല്ലടാവി, നമ്മുടെ ഒരു വീട് ഇവിടെ ഉണ്ട്. ഒരു വീടുണ്ടല്ലോ ഇവിടെ. ഇത് വില്ലേജ് അല്ലേ? ഇതെന്നോട്ടേക്കാ എന്നെ? ഇത് ദുബായ് ആണോ? ദുബായ് അല്ല, പക്ഷേ എനിക്കിത് വില്ലേജാ. നമ്മുടെ വീടിനെ ഷിൻചാനെ നിന്നോട് ഞാൻ പറയാൻ സമയമായി. എന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ വീട് ഭയങ്കര മോഷ്ടിച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് വേണ്ട, എനിക്ക് അവിടെ തന്നെ നിൽക്കണം. ഇവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഇല്ലേ ഇവിടെ എല്ലാവരും? പക്ഷേ ഈ പശുക്കളൊക്കെ വളർത്തണ ആരൊക്കെയാ? ചുമ്മാ ഇട്ടേക്കണാടാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഗ്യാസുറ്റിയോ അതൊക്കെ ചുമ്മാ ഇട്ടേക്കണ. നമുക്ക് വല്ല ഭക്ഷണമല്ല ആകുമ്പോൾ ഗ്യാസ് വല്ല കത്തിക്കണമെങ്കിൽ അതങ്ങനെയാണാവി. അങ്ങനെ ഉണ്ടാവണം. എന്തായാലും ആണെങ്കിൽ ഫീസേ, ഇനി എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. നമുക്കൊരു പുതിയ വണ്ടിയൊക്കെ മേടിക്കാൻ പോയേക്കാം. അവിടെ ഷോറൂം ഇവിടെ അടുത്തല്ലേ? എന്തിനാ ചാക്കണ്ണ ഇങ്ങനെ? അതങ്ങനെ മതിയടാവി. നല്ല അല്ലെങ്കിൽ അവർ ബാങ്കുകാർ വന്ന് മോഷ്ടിക്കൂല. പിന്നെ
അതൊക്കെ ഉണ്ടാവി പേപ്പർ കഴിയുമ്പോൾ നമുക്ക് പോവാം അങ്ങോട്ടേക്ക്. അപ്പം എല്ലാം കഴിയും. പക്ഷേ നമ്മൾ ഇങ്ങനെ വേണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ട ഇത്. ഞാനോർത്ത് ഇവിടെ ഇങ്ങനെ പശുക്കളെയൊക്കെ വളർത്തണമായിരിക്കുമെന്ന്. അപ്പോൾ എനിക്ക് നീ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. എന്തായാലും നമുക്കൊന്ന് കുറച്ചിടം പോയി കിടക്കാം അവിടെയൊക്കെ. എന്നാൽ വാ കിടക്കാതെ എന്തായാലും ഞാൻ ആ വാസിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉറങ്ങി. ഈ ഷിൻചാനാണെങ്കിൽ ഈ ഏച്ചും പുറത്തേക്ക് തന്നെ ചാടി ഇറങ്ങി. എടാ ഷിൻചാനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇപ്പം ഇഷ്ടപ്പെട്ട്. ഇവിടുത്തെ നല്ല എ സി ഒക്കെ ഉണ്ടല്ലോ, അതിലെ പറഞ്ഞാൽ നല്ല ഫാനൊക്കെ ഉണ്ടെന്ന്. എനിക്കിത് പണ്ടത്തെ എൻ്റെ അമ്മൂമ്മയുടെ വീട് പോലെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ നിനക്ക് അവിടെ നിന്ന് അമ്മൂമ്മ അതൊക്കെ ഉണ്ട്. അത് നന്നായി. ഇതെനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഡോറേമോനും കാണും നമ്മളെ അന്വേഷിച്ച് വരുമോ? ഡോറേമോനൊന്നും അന്വേഷിച്ച് വരില്ല. ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു അവനിപ്പോൾ വന്നിട്ടില്ല. അവൻ വരുമായിരിക്കുമോ? വരുമായിരിക്കും. നീ ഇവിടേക്ക് വരുമായിരിക്കും എന്തായാലും. ഡോറേമോൻ ഇതുവരെ വരാത്തന്നെ. അവന് വീടെങ്ങാനും മനസ്സിലേക്കാണോ? ഷിൻചാനേ നീ എന്നോട് ഇവിടെ വന്നിക്കണേ. അത് പിന്നെ ജാക്കണ്ണൻ്റെ അടുത്ത് പറ. ജാക്കണ്ണ എന്നാ പ്രശ്നം? അത് പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടില്ലേ, ആ വീടാണെങ്കിൽ മൊത്തം പോയി. അതുകൊണ്ടാണെങ്കിൽ മറ്റേ കേരള ബാങ്കുകാർ മൊത്തം മേടിച്ചത്. അപ്പോൾ ലോണെല്ലാം അടച്ചു കഴിഞ്ഞു. അയ്യോ അതെന്തിനാ? നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കത്തില്ലായിരുന്നോ? അത് തന്നെയായിരുന്നു. പക്ഷേ ഇനി എന്നെ ചെയ്യണേ? അത് വേണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് നിന്നോ. അവിടെ നല്ല അത്യാവശ്യമൊക്കെ ഉണ്ട്, നല്ല ഉണ്ട്. ഇവിടെ ഈ കാളയിലും പോത്തിനൊക്കെ വരണം. എടാ ഷിൻചാനെ നിനക്കെങ്കിലും അവിടെ വന്ന് നിന്നൂടെ? എന്നാൽ ഷിൻചാനെ നീ അവിടേക്ക് പോകുന്നുണ്ടോ? എനിക്ക് അവിടെ പോയി ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ശരി, ഷിൻചാനെ അവിടെ കൊണ്ടുപോയിട്ടാൽ പോരെ? ശരി. ഇനി എന്തായാലും ഷിൻചാനെ അവിടെ കൊണ്ടുപോയിട്ടാൽ മതിയായിരിക്കും അല്ലേ ഷിൻചാനെ? അല്ലെങ്കിൽ വേണ്ടടാ ഡോറേമോനെ. എന്നാൽ ശരി, ഇനി എന്തായാലും ഞാൻ പോകട്ടെ ഡോറേമോനെ. എന്തായാലും ശരി. ഇനി എന്തായാലും നമ്മളാണെങ്കിലോ ഇവിടെ തന്നെ കേട്ടോ. നമുക്കെന്നോട്ടെങ്കിലും നമുക്കൊരു വണ്ടിയൊക്കെ മേടിക്കാൻ പോയാലോ? വണ്ടിയോ? എന്നാൽ ശരി. ഇവിടെ തൊട്ടടുത്ത് ഒരു ഷോറൂം ഉണ്ടല്ലോ. അത് വന്നേ, നമ്മുടെ ഷോറൂം തന്നെയല്ലേ, നടക്കേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ വന്നോളാം. ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. നോക്കണം. ട്രെയിനൊക്കെ ഇപ്പോൾ ഒരു കൂട്ടം വരും. നമ്മുടെ അടുത്തോടെ തന്നെയായിട്ട് എന്തായാലും. ഷോറൂമിലേക്ക് ഇത്രയും ദൂരമുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ പോവാം. അല്ലേ നല്ല വേഗം വാടാവി, അല്ലെങ്കിൽ ട്രെയിനെങ്ങാനും നിങ്ങൾ ഇടിച്ച് പഞ്ചറൊക്കെ കൊണ്ടുപോകും. അത് വേണ്ട ഞങ്ങൾ. തന്നെ വരില്ല. നമ്മുടെ അടുത്ത് തന്നെയായിട്ട് ഷോറൂം. നന്നായി. ഇനി ഏപ്രിൽ വരെ നമ്മളിവിടെ ഉണ്ടാവും. നമ്മളിവിടെ തന്നെ ആയിരിക്കും വീഡിയോ എടുക്കണേ. ട്രെയിൻ വന്നു. ഇവരൊക്കെ ഇതെവിടെ പോയി കിടക്കുവാണോ? അവർക്ക് ഇതന്നെ അതിന് സുഖമാണ്. ഒരു മഞ്ഞ ഉള്ളായിരിക്കും. അവരവിടെ തന്നെ ഉണ്ട്. നമുക്കൊരു വണ്ടിയൊക്കെ എടുത്തേക്കാം. എന്നാ സെറ്റപ്പ് വണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് ലെംബോർഗിനി ഇത് മതി. എൻ്റെ അമ്മ എൻ്റെ ഫേവറേറ്റ് വണ്ടി കേട്ടോ. എന്തായാലും എൻ്റെ മറ്റേ ഒരു ലെംബോർഗിനി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ ലെംബോർഗിനി പറ്റിച്ച് ഞാൻ. അങ്ങനെ ഇവിടെയൊക്കെ ഒരു വില്ലേജൊക്കെ ആയി. ഇനിയാണെങ്കിൽ നമ്മളവിടെ തന്നെ നിൽക്കും. നമ്മുടെ വീടെപ്പോഴാണ് കിട്ടണേന്ന് പോലും മനസ്സിലാവണില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്നെ ഇരിക്കണേ. ഇനി എന്തായാലും നമ്മൾ താക്കോലൊക്കെ ഇതിനകത്ത് ഫ്രീ ആയിട്ടുണ്ട്. ഇവരൊക്കെ ഇതെന്നെയ്യോന്ന് പോലും അറിയത്തില്ല. ഇവർക്കൊന്ന് വന്നോട് നേരത്തെ തന്നെ. ധൃതി വയ്ക്കാതാടാ, ഞങ്ങൾക്ക് ധൃതി ഒന്നും ഇല്ല. ഇത് നമ്മുടെ താറവിടെ കിടപ്പുണ്ട് കേട്ടോ. താരങ്ങൾക്ക് കാണാമായിരിക്കും, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ നമ്മുടെ താര? ഒരു റെഡ് കളറുള്ള വണ്ടി. ഞാൻ കണ്ടിടാൻ വരും. നിങ്ങളും കണ്ടോളൂ. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. എന്തായാലും നമ്മുടെ വില്ലേജ് കൊള്ളാട്ടം വരും. ഇവിടെ ഈ മരമൊക്കെ ആട്ടോ. എനിക്ക് ഈ സാധനം നന്നായി ഇഷ്ടപ്പെടില്ല. നമുക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നു. ഇപ്പോൾ നമ്മളെന്നോട്ടാ പോണേ? ഇതിൻ്റെ കളറൊന്ന് മാറ്റിയാലോ? ശരി, കളറൊക്കെ മാറ്റാം. എന്തായാലും വാ. ഇനി എന്തായാലും നമ്മൾ ഷോറൂമിലേക്ക് ഓടാൻ പോകട്ടോ. എന്തായാലും ഇപ്പോൾ നമുക്കാണെങ്കിൽ ഷോറൂമിലേക്കല്ല, നമ്മുടെ വർക്ക്ഷോപ്പിലേക്കുള്ള വഴി നമുക്കറിയാമോ? നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാട്ടോ. എന്തായാലും അവിടെ കളറ് മാറ്റാം, എല്ലാം മാറ്റാം. ടയർ വരെ എല്ലാം മാറ്റാൻ പറ്റും. കളർ വേണമെങ്കിൽ പെയിൻറ്റ് വരെ അടിക്കാൻ പറ്റും. ഇതൊക്കെ ഷോറൂമിൽ നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കും. അല്ല ഈ മറ്റേ വണ്ടികളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയില്ല ഈ സാരൊക്കെയാണ്. ഇനി എന്തായാലും നമ്മുടെ വില്ലേജിലൊക്കെ സെറ്റപ്പ് ആട്ടോ. എന്തായാലും ഇവിടെ പൊളിഞ്ഞ അംബാസഡറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഈ പൊളിഞ്ഞ വണ്ടിയൊക്കെ, അതൊക്കെ ശരിയാക്കാനായിരിക്കും. ഇനി ഏത് വണ്ടിയാണ്? ഏത് കളറാണ് വേണ്ടേ? ബ്ലാക്ക്. ബ്ലാക്ക് തന്നെ വയ്ക്കാം. ഏതാ ഗ്ലാസ്സുകൾ? റെഡ് വയ്ക്കാം. എൻ്റെ അമ്മ
അങ്ങനെ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്ന് നമ്മുടെ ഹോണൊക്കെ സെറ്റാണ്. നമ്മുടെ വീല് സെറ്റായിട്ട് എന്തായാലും. ഓ ടയറിനോട് കുറച്ച് കൂടിയിട്ടുണ്ട്. ആ കാര്യമില്ല. ഇവിടെ കളറ് മാറ്റാം, റെഡ് വയ്ക്കാം. ഓ റെഡ് വേണ്ട, എനിക്ക് റെഡ് ഇഷ്ടപ്പെടില്ല, ഗ്രീൻ വയ്ക്കാം. കറുത്ത പ്രാവശ്യം നമുക്കാണെങ്കിൽ മേടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വണ്ടി മേടിക്കുമ്പോൾ വയ്ക്കാം. ഇനി നമ്മുടെ ബ്രേക്ക് ഒന്നും വേണ്ട, നമ്മുടെ ന്യൂട്രൽ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മുടെ സ്നോ കളറും കൂടെ കൊടുത്താൽ നമ്മുടെ വണ്ടി സെറ്റ് ഗൈസ്. അല്ല പിന്നെ മറ്റേ മല അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റ്. ഓ പ്രശ്നമായടാ മോനെ, നമുക്ക് വില്ലേജിൽ പോയി വിളിക്കാൻ പറ്റുന്നു. അയ്യോ പോലീസ് വെട്ടിച്ചൊഞ്ഞു. അയ്യോ ചാക്കണം എന്നെ പറ്റി, അതിനാണ് ഇടിച്ചോന്നുള്ള പറപ്പിച്ചു കത്തിച്ചോണ്ട് ചാക്കണം. ആ എടാ ഫിലിച്ച ഇതാണെങ്കിൽ എനിക്ക് ഓട്ടയൊന്നുമല്ല കത്തിച്ചോടെ, വണ്ടി കേരളത്തിലെ റോഡാ ഇത്. എൻ്റെ അമ്മ എന്നെ ഇവിടെ എങ്ങനെ വന്ന് വിളിക്കാൻ പറ്റില്ല. നമുക്ക് മറ്റേ വില്ലേജ് ഇല്ലേ അവിടെ വന്നില്ല. ആ മറ്റേ വില്ലേജിലാണെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മറ്റേ ഒരു വില്ലേജ് ഇല്ലായിരുന്നോ, അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ വില്ലേജിലാണ് ആരും വരില്ല, ഒരൊറ്റ പോലീസുകാരും ഒരു വരില്ല. ഇവിടെ ഈ അടുത്തല്ലേ ഈ മറ്റേ സിറ്റിയിൽ. അങ്ങനെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി എന്തായാലും വീഡിയോ ഇത്രയൊന്നും അല്ല, ഞാൻ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഈ കാണാനെ കണ്ടാണ്ടല്ലോ സെറ്റാട്ടോ. ഞാൻ എൻ്റെ മുകളിൽ കയറിയിരിക്കട്ടെ. അയ്യോ എന്നെ ഇടിച്ചിട്ട് അതിൽ ഇത്രയും കാണും ചിരിക്കാനുള്ള കാള എല്ലാവരും ഇടിച്ചിട്ടുണ്ടാട്ടുണ്ട്. ഈ കാളൊക്കെ എൻ്റെ കൊമ്പത് പിന്നെ ജീവനുണ്ടല്ലോ അവിടെ. നിങ്ങൾ അനങ്ങനെ കണ്ടില്ലായിരുന്നോ? അനങ്ങുണ്ടല്ലോ ഈ ശരിക്കും അനങ്ങുന്നുണ്ട്. ഇതിൻ്റെ വാല വരെ കാണുന്നുണ്ട്. ഇത് പ്രതിമയായിരിക്കും, എനിക്കറിയത്തില്ല. ഇത് കാളവണ്ടി. ഇതിലൂടെ തന്നെ ട്രെയിനെങ്ങാനും ഇടിച്ചുകൊണ്ട് പോയിടി. ഇപ്പോൾ ട്രെയിനെങ്ങാനും ഇടിക്കുമോ? നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം. അത് നീയൊക്കെ അവിടെ നിന്ന് എന്നെ ചെയ്യണം, ഇങ്ങോട്ടേക്ക് വരാൻ നോക്കും. ഞങ്ങൾ വരുക. എന്നാന്നൊരു രസം, എന്നാ രസമാണെന്ന് പറയത്തില്ല. ഞാനോർത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ ഈ സ്ഥലം കൊള്ളാട്ടും തരും. ഇവിടെ തന്നെ വെച്ച് നന്ന്. നേരത്തെ സ്ഥലം ഇങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഇതുപോലെ വിചാരിച്ച പോലെ അല്ല, വിചാരിച്ച പോലെ ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ ഉള്ള മണ്ണ് മിറ്റൽ ഇതൊക്കെ എല്ലാം ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഉള്ളതാണ്. ഇനി നമ്മൾ സ്പൈഡർമാൻ്റെ ഷൂട്ടൊക്കെ ഇട്ടാലോ? അങ്ങനെ ഇടണ്ട അല്ലെങ്കിൽ ഇവിടെയൊന്നും സൗകര്യമൊന്നുമില്ല. എന്നാ നല്ല സ്ഥലമാണെന്ന് പറയില്ല. നല്ല സ്ഥലം അല്ലേടാ ഷിൻചാനെ, ഡോറേമോനെ? അതെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. വിളിച്ച് എന്താണ് നിൻ്റെ മൂഡിലോ? എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലടാ, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല. അതൊക്കെ തന്നെ ഒന്ന് മാറിക്കോളും. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഷിൻചാൻ ഇഷ്ടപ്പെട്ടോ? എനിക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. ഡോറേമോനെ എനിക്കോ? എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീട് ഭാഗ്യത്തിലുണ്ടല്ലോ. അവരിക്കാണ് ഇനി കേരള ബാങ്കുകാർ മേടിക്കാൻ വരുമോയെന്ന് അറിയത്തില്ല. എൻ്റെ പപ്പ അവിടെ അല്ലേ ദുബായിൽ, അത് പറഞ്ഞിട്ട് കയറിയില്ല. അപ്പം എന്തായാലും ഈ വീഡിയോ 13:34 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യാറായി 38 വരെ പറയും. ഈ വീഡിയോ ഇങ്ങനെ ഓടി പൊക്കോണ്ടിരിക്കുക കേട്ടോ, അതാണ് പ്രശ്നം ഗൈസ്. എന്നാ രസം നോക്കി ഈ വില്ലേജ് അല്ലാതെ. പിന്നെ ഗൈസ് നമ്മുടെ താജ്മഹലിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. താജ്മഹൽ അത് എന്നാ സെറ്റപ്പായെന്ന് നിങ്ങളൊന്ന് നോക്കണം. എന്തായാലും നമ്മുടെ താജ്മഹലിൽ എത്ര വീഡിയോ പിന്നെയാണെങ്കിൽ നമ്മുടെ IT ബ്ലൂമിൻ്റെ അകത്തേക്കും പോകണമായിരിക്കും. എന്തായാലും അതിൻ്റെ വീഡിയോയെങ്കിലും ഇങ്ങനെ ഇടണമായിരിക്കും. എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും പുതിയ എല്ലാവരും ഗുഡ് ബൈ ഫ്രം അൾട്ടിമാക്സ്. ടാറ്റാ ബൈ ബൈ, സി യു.